പശ്ചിമേഷ്യയിൽ വീണ്ടും മിസൈലുകൾ ഗർജിക്കുമ്പോൾ രാജ്യം ചർച്ച ചെയ്യേണ്ടത് കേവലം യുദ്ധത്തിന്റെ നാശനഷ്ടങ്ങളെക്കുറിച്ചല്ല, മറിച്ച് തകർന്നുപോയ അന്താരാഷ്ട്ര നയതന്ത്രങ്ങളെക്കുറിച്ചാണ്. ഒരു മാസം മുമ്പ് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച താൽക്കാലിക വെടിനിർത്തൽ കരാർ കേവലം 20 ദിവസത്തിനുള്ളിൽ ചവറ്റുകുട്ടയിലെറിയപ്പെടാൻ കാരണമെന്താണ്? അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളും ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകൊടുക്കുന്നതിലെ വീഴ്ചയുമാണ് സമാധാനത്തിന്റെ വാതിലുകൾ വീണ്ടും കൊട്ടിയടച്ചത്. US സെൻട്രൽ കമാൻഡ് ഇറാന് നേരെ തങ്ങളുടെ 11ാമത് രാത്രിയിലെ വ്യോമാക്രമണം, അതായത് 11ാമത്തെ ദിവസം വ്യോമാക്രമണം പൂർത്തിയാക്കുമ്പോൾ അത് കേവലം ഒരു സൈനിക നടപടിയല്ല, മറിച്ച് ആഗോള സമാധാന ചർച്ചകളുടെ ദയനീയമായിട്ടുള്ള പരാജയമാണ്. തുടർച്ചയായിട്ടുള്ള ഈ ആക്രമണങ്ങളിൽ തബ്രീസ്, ഒമീദിയോ, സിരിക്ക് എന്നീ നഗരങ്ങൾക്കൊപ്പം മഹ്ഷാറിലെ പശ്ചിമേഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഗ്യാസ് പ്രോസസ്സിംഗ് ഹബ്ബായിട്ടുള്ള ബിത് ബാലോൻസ് ഗ്യാസ് റിഫൈനറി തകർത്തതിന് പിന്നിൽ കൃത്യമായിട്ടൊരു സാമ്പത്തിക തന്ത്രമുണ്ട്. ഇറാന്റെ ഊർജ എണ്ണ മേഖലയെ തകർത്ത് അവരെ പൂർണ്ണമായിട്ടും സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ അത് നടക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇതിന്റെ യഥാർത്ഥ പ്രഹരം ഏൽക്കാൻ പോകുന്നത് ആഗോള വിപണിക്കാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം അനിശ്ചിതത്വത്തിലായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $91 കടന്ന് കുതിക്കുകയാണ്. ഈ ഒരു യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങൾ നേരിടാൻ പോകുന്ന കടുത്ത ഇന്ധന വിലക്കയറ്റത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നോക്കിയാൽ ജൂൺ 18 അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച താൽക്കാലിക വെടിനിർത്തൽ കരാർ കേവലം 3 ആഴ്ചകൾക്കുള്ളിലും പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞു. ജൂലൈ 8 US വ്യോമാക്രമണം പുനരാരംഭിക്കുകയായിരുന്നു. ഇരു രാജ്യങ്ങളും പരസ്പരം കരാർ ലംഘനം ആരോപിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ ഈ ഒരു പുതിയ സൈനിക നീക്കം അന്താരാഷ്ട്ര സുരക്ഷയെ തന്നെ വലിയൊരു ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിർത്തുകയാണ്. ആക്രമണം പുനരാരംഭിക്കാൻ അമേരിക്ക പ്രധാന കാരണമായിട്ട് പറയുന്നത് ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് മേൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ്. ലോകത്തിലെ എണ്ണവാതക കയറ്റുമതിയുടെ 1/5 കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാനമായിട്ടുള്ള ജലപാത ഇറാൻ അടച്ചുപൂട്ടിയതായിട്ട് പ്രഖ്യാപിച്ചതോടെയാണ് US കമാൻഡ് നേരിട്ടുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയത്. കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പാക്കാനാണ് തങ്ങളുടെ ഈ ഒരു പ്രതിരോധ ക്യാമ്പയിൻ എന്നാണ് പെന്റഗൺ വ്യക്തമാക്കുന്നത്. ഈ 11ാം രാത്രിയിലും ആക്രമണം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനം മഹ്ഷറിലെ ബിത് ബൊലാൻസ് ഗ്യാസ് റിഫൈനറിക്ക് നേരെ നടന്ന ആക്രമണമാണ്. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വാതക സംസ്കരണ കേന്ദ്രമായിട്ടുള്ള ഇവിടെ ഉണ്ടായ സ്ഫോടനം ഇറാന്റെ ആഭ്യന്തര ഇന്ധന വിതരണത്തെയും ഊർജ്ജ മേഖലയും വലിയ പ്രതിസന്ധിയിലാക്കും. വ്യോമാക്രമണത്തിന് പിന്നാലെ ഇറാന്റെ പല പ്രവിശ്യകളിലും വലിയ തോതിലുള്ള വൈദ്യുതി തടസ്സവും ഇന്ധനക്ഷാമവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള 2ാം ദിവസമാണ് ഇറാന്റെ വടക്ക് പടിഞ്ഞാറൻ നഗരമായിട്ടുള്ള തബ്രീസിലെ സൈനിക താവളങ്ങൾക്ക് നേരെ US യുദ്ധവിമാനങ്ങൾ ബോംബുകൾ വർഷിക്കുന്നത്. ഇതേ സമയം തന്നെ ഒമാൻ കടലിടുക്കിന് അഭിമുഖമായിട്ട് നിൽക്കുന്ന സിരിക്ക് എന്ന തീരദേശ നഗരത്തിലെ ഇറാന്റെ കോസ്റ്റൽ സർവൈലൻസ് സംവിധാനങ്ങളും കപ്പൽ വിരുദ്ധ മിസൈൽ ലോഞ്ചറുകളും US നാവികസേന പൂർണ്ണമായിട്ട് തകർത്തെറിഞ്ഞു. എന്നാൽ അമേരിക്കൻ വ്യോമസേനയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ 10 ദിവസത്തെ ആക്രമണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇറാൻ തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരേ സമയം വലിയ മിസൈൽ കൂട്ടങ്ങൾ തൊടുത്തുവിടുന്നതിന് പകരം കൂടുതൽ കൃത്യതയുള്ളതും റഡാറുകളെ വെട്ടിക്കാൻ കെൽപ്പുള്ളതുമായിട്ടുള്ള മിസൈലുകളാണ് ഇറാൻ ഇപ്പോൾ US വിമാനങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നത്. ഇറാൻ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ ഇത്തവണ ആദ്യമായിട്ട് വ്യോമ പ്രതിരോധ തോക്കുകൾ ഗർജിച്ചത് ലോകത്തെ ഞെട്ടിച്ചു. എന്നാൽ അവിടെ ബോംബുകൾ പതിച്ചിട്ടില്ല എന്നും ഇറാന്റെ വ്യോമ പ്രതിരോധ റഡാറുകളുടെ കൃത്യമായിട്ടുള്ള സ്ഥാനം മനസ്സിലാക്കാൻ വേണ്ടി അമേരിക്കൻ സൈന്യം മനഃപൂർവ്വം ഡ്രോണുകൾ പറത്തി റഡാറുകൾ ഓൺ ചെയ്യിപ്പിച്ചതാണോ എന്നുമാണ് ഈ പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സത്യത്തിൽ അത് എന്താണെന്ന് കൃത്യമായിട്ട് ആർക്കും ഒരു പിടിയുമില്ല. അമേരിക്ക കള്ളം പറയുന്നതായിരിക്കാം എന്നത് തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന വലിയൊരു വ്യോമാക്രമണത്തിനുള്ള മുന്നൊരുക്കമാണിത്. ഓവൽ ഓഫീസിൽ നിന്നും മാധ്യമങ്ങളെ കണ്ട അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ട്രംപ് ഇറാന് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇനിയും വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. തൽക്കാലം ഇറാനുമായിട്ട് യാതൊരുവിധ സമാധാന ചർച്ചകൾക്കും അമേരിക്ക തയ്യാറല്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ട് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തങ്ങളുടെ നസർ 2 എന്ന പ്രതികാര ക്യാമ്പയിൻ ശക്തമാക്കിയിരിക്കുകയാണ്.
കുവൈറ്റിലെയും ബഹ്റിനിലെയും US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായിട്ട് പ്രഖ്യാപിച്ചു. കൂടാതെ ഹോർമുസ് കടലിടുക്കിലൂടെ നിയമവിരുദ്ധമായിട്ട് കടന്നുപോകാൻ ശ്രമിച്ച 2 അന്താരാഷ്ട്ര ഓയിൽ ടാങ്കറുകൾ തങ്ങൾ തടഞ്ഞു വെച്ചതായിട്ടും ഇറാൻ സൈന്യം അവകാശപ്പെടുന്നു. US ഇറാൻ യുദ്ധം 11ാം ദിവസം പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ലോകം വലിയൊരു സാമ്പത്തിക ഭീഷണി നേരിടുകയാണ്. ഈ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $91 മുകളിലാണ് കുതിച്ചുയർന്നത്. ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ വികസ്വര രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആഗോള സമ്പദ് വ്യവസ്ഥയെ ഇത് കനത്ത വിലക്കയറ്റത്തിലേക്ക് നയിക്കും. ചുരുക്കത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഒരു പോരാട്ടം കേവലം ഒരു പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഗൾഫ് രാജ്യങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളായിട്ടുള്ള ഡീസലൈനേഷൻ പ്ലാന്റുകൾക്ക് നേരെ വരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യത്വഹീനമായിട്ടുള്ള ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ഒരു വശത്ത് അമേരിക്കൻ സഖ്യസേനയും മറുവശത്ത് ഇറാന്റെ സായുധ പ്രതിരോധ നിരയും നേർക്കുനേർ നിൽക്കുമ്പോൾ ഈ 2026 US ഇറാൻ യുദ്ധം ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ കരുനിഴലിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഇറാനിലെ തന്ത്രപ്രധാന ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തുന്ന വ്യോമാക്രമണങ്ങൾ പശ്ചിമേഷ്യ മാത്രമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും. സൈനിക ശക്തി പ്രകടനങ്ങൾക്കപ്പുറം കുവൈറ്റും ബഹ്റൈനും ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലകളിലേക്ക് ഈ യുദ്ധത്തിന്റെ പ്രതിഫലനങ്ങൾ പടരുന്നത് അത്യന്തം ഭീതിജനകമാണ്. ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഭാഗത്തേക്ക് ആക്രമണം ഉണ്ടാകുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ അമേരിക്കയും ഇറാനും വലിയ തോതിലുള്ള യുദ്ധത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഇരയാകുന്നത് ഈ പശ്ചിമേഷ്യയാണ്, അല്ലെങ്കിൽ ഗൾഫ് മേഖലയാണ്. ഈ സംഘർഷം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിട്ട് മാറുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. 11ാം ദിവസവും യുദ്ധത്തിന് യാതൊരു അയവുമില്ലാതെ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ തന്നെ യുദ്ധം പോവുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് അമേരിക്ക വലിയ നഷ്ടത്തിൽ പോവുകയാണ്. അവിടെയാണ് ഇറാന്റെ തന്ത്രം ഉപയോഗിക്കുന്നത്. ഇറാൻ ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, ഇറാൻ പിന്നോട്ട് മാറാൻ തയ്യാറല്ല. ഇനി എന്ത് സംഭവിച്ചാലും മരണം ഞങ്ങൾ മുഖാമുഖം കണ്ടാലും അതിനു മുന്നിൽ ഞങ്ങൾ അടിപതറില്ല എന്ന നിലപാടുള്ള ഒരു രാജ്യവും ആ രാജ്യത്തെ ജനതയും ഈ യുദ്ധത്തെ അല്ലെങ്കിൽ നോക്കിക്കാണുന്നത് അവരുടെ വലിയ വിജയമായിട്ടാണ്. അവർക്ക് ഒരുപക്ഷെ നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു, അവിടുത്തെ പല നേതാക്കളും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇതെല്ലാം അവരുടെ രക്തസാക്ഷികളാണെന്ന് അവർ പലതവണ പറയുന്നതിന്റെ കാരണം ഈ യുദ്ധത്തിൽ നിന്ന് അവർ പിന്നോട്ടില്ല. തങ്ങളുടെ പരമാധികാരം, തങ്ങളുടെ രാജ്യം, തങ്ങളുടെ ജനത്തെ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഹോർമുസ് കടലിടുക്കും വളരെ നിർണായകമാണ്. കാരണം ഈ ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയാണല്ലോ നിലവിലെ യുദ്ധം എന്ന് പറയുന്നത്. ആ ഹോർമുസ് കടലിടുക്കിനെ ആർക്കും തന്നെ പിടിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ജനതയും അവിടുത്തെ ഭരണകൂടവും ഉള്ളത്. എന്തായാലും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം നിലവിൽ ഇറാന്റെ പക്കൽ തന്നെയാണ്. ഇറാൻ നിയന്ത്രിക്കുന്നതനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ അമേരിക്കന്റെ അല്ലെങ്കിൽ പെന്റഗണിന്റെ കണ്ണുകളെയൊക്കെ വെട്ടിച്ചുകൊണ്ട് അതുവഴി എണ്ണ ഒഴുക്കിയത് ഇറാൻ. ആ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ഒരൊറ്റ കാര്യം കൂടിയേ പറയാനുള്ളൂ. അതായത് യുദ്ധം അമേരിക്കയാണ് വരുത്തിവെച്ചത്. ഇനി ഈ ലോകം മൊത്തത്തിൽ അനുഭവിക്കേണ്ടി വരുന്നതിന്റെ കാരണം അല്ലെങ്കിൽ കാരണക്കാരൻ ഈ ട്രംപ് തന്നെയാണ്.